ഹായ് ഓൾ, ഇന്ന് നമ്മൾ പയനിയിലോട്ടൊരു യാത്രയാണ് പോകുന്നത്. നമ്മൾ നിയറസ്റ്റായ ഫറോക്ക് സ്റ്റേഷനാണ് കയറിയത്. ഈ ട്രെയിൻ നമുക്ക് രാവിലെ കണ്ണൂരിൽ നിന്ന് ഡയറക്റ്റ് പയനിയിലോട്ടാണ്. ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടി കോയമ്പത്തൂർ എത്തിയിട്ട് അവിടെ നിന്ന് എൻജിൻ മാറിയിട്ടാണ് ഈ ട്രെയിൻ നമുക്ക് പോകുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ നമ്മൾ കയറിയ സമയത്ത് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരൂർ താനൂർ എത്തിയപ്പോഴത്തേക്കും നമുക്ക് സീറ്റും കാര്യങ്ങളും കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഷൊർണൂർ എത്തിയപ്പോഴത്തേക്കും നമ്മളെ ബോഗി ഫുൾ കാലിയായി തുടങ്ങി. നമുക്ക് പയനിയിലോട്ടുള്ള ആൾക്കാർ മാത്രമേ ട്രെയിനിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ പാലക്കാട് ആ ഒരു ഏരിയ കഴിഞ്ഞ് നമുക്ക് ഇടത്ത് സൈഡിലോട്ട് നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ കാണാം. ഒരു വലിയ മലനിര കാണാൻ. ആ മലനിരയിൽ നമുക്ക് മേഘങ്ങളും കോടയുമായിട്ടുള്ള നല്ലൊരു വ്യൂ കാണാം. കുറച്ച് ദൂരം കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് വലിയൊരു പാറ ആയിട്ടുള്ളൊരു വലിയൊരു മലനിരകൾ തന്നെ നമുക്കതിന് ബാക്കിയായിട്ട് കാണാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മലയിൽ ഫുള്ള് വീടുകൾ തട്ടായിട്ട് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ നിയറസ്റ്റ് തമിഴ്നാട് ബോർഡറിൽ നമ്മൾ എത്തിയെന്ന്. അത് കഴിഞ്ഞ് പയനിയോട് അടുത്തായിട്ട് കുറച്ച് വിൻമിൽസൊക്കെ ആയിട്ടുള്ള ഗോമംഗലം സ്റ്റേഷൻ കാണാം. അതും നല്ലൊരു വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ പയനി റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്കിവിടുന്ന് രണ്ട് രീതിയിലാണ് നമുക്ക് അമ്പലത്തിലോട്ട് പോകാൻ പറ്റുക. ഒന്ന് ബസ്സും പിന്നെ ഓട്ടോയും. ഞങ്ങളുടെ കയ്യിൽ ലഗേജും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ ആയിരുന്നു ചൂസ് ചെയ്യുന്നത്. ഓട്ടോയ്ക്ക് ഇവിടുന്ന് ഒരു 120 രൂപയാണ് നമ്മൾ ടെമ്പിളിൻ്റെ അടുത്തോട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ സ്റ്റേ നോക്കിയ സമയത്ത് പുറത്ത് റൂമിന് 800ഉം പാലാരിമഠം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ 300ഉം. പാലാരിമഠത്ത് പോയ സമയത്ത് അവിടെ ബാത്റൂം പുറത്തായത് കാരണം നമുക്ക് നൈറ്റ് ഫ്രഷപ്പിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കി. പിന്നെ ഞങ്ങൾ ഫ്രഷായി താഴെ പയനി ടെമ്പിളിലൊക്കെ ഒന്ന് കയറി. പിന്നെ നമ്മൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഫോൺ സൂക്ഷിപ്പ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫോൺ അലൗഡ് അല്ല. ഫോണും അതുപോലെ തന്നെ നമ്മളെ ചെരുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫോൺ അവിടെ വെച്ച് സൂക്ഷിച്ചു അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു. അതുകൊണ്ട് അമ്പലത്തിലുള്ള ഫോട്ടോകളോ കാര്യങ്ങളോ നമുക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നൈറ്റ് അവിടെ നിന്ന് കുറച്ച് പർച്ചേസും കഴിഞ്ഞു. രാവിലെ നമുക്ക് 9:25 പയനിയിൽ നിന്ന് ഡയറക്റ്റ് കോഴിക്കോടേക്ക് അതേ സെയിം ട്രെയിൻ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വരുന്ന സമയത്ത് എടുത്ത പോലെ ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. നമ്മൾ കോയമ്പത്തൂരേക്ക് ടിക്കറ്റ് എടുത്ത് അവിടുന്ന് ഉച്ചയ്ക്ക് ഇതേപോലെ എൻജിൻ മാറുന്ന സമയത്ത് നമ്മൾ ഫുഡും വാങ്ങി അതുപോലെ ടിക്കറ്റും എടുത്തിട്ട് പോകുന്നതാണ്. അതുപോലെ തിരിച്ചു വരുന്ന സമയത്തും ഈ ട്രെയിൻ ഫുൾ ജനറലാണെങ്കിലും നമുക്ക് തിരക്കോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ കയറിയ സമയത്ത് സീറ്റും കാര്യങ്ങളും ഉണ്ട്. കുറച്ച് ദൂരം കഴിയുന്ന സമയത്ത് ബോഗി ഫുൾ കാലിയാകുന്ന സമയത്ത് നമുക്ക് കിടന്നുറങ്ങാനോ കാര്യത്തിനൊക്കെ അത്രയ്ക്ക് ഫ്രീ ആണ്. തിരക്കും കാര്യങ്ങളൊന്നുമില്ല. സോ ഈ ഒരു ട്രെയിൻ ഡയറക്റ്റ് ഉള്ളത് കാരണം നമുക്ക് തിരക്കോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് പയനിയിൽ പോയിട്ട് പെട്ടെന്ന് വരാം.